ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കാർത്തികിനോട് നന്ദിനി അമ്മ പറയുന്നുണ്ട്, മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും കണ്ടീഷനൊക്കെ വളരെ മോശമാണ്. ആരോഗ്യസ്ഥിതിയൊക്കെ നിനക്കറിയാമല്ലോ, അതുകൊണ്ട് അവരോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല, ഇവിടെ നിൽക്കാൻ പറയാനെന്നൊക്കെ സൂചിപ്പിക്കുന്നു. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ തീരുമാനിച്ചത് തന്നെയാണ്, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല, ഞാൻ പഴയ കാർത്തിക് അല്ലെന്നൊക്കെ പറയുന്നു. എല്ലാവരും മുന്നിൽ ഞാൻ വലിയ പോലീസുകാരനായിരുന്നു, പക്ഷെ ഇനിയും എന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥയൊക്കെയാണെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇനിയും തൊട്ട് പഴയ കാർത്തിക് അല്ല, വേറെ കാർത്തിക് ആണെന്നൊക്കെ പറയുന്നു. നന്ദിനിയമ്മ ഉപദേശിച്ചിട്ടും കാർത്തിക് തീരുമാനമൊന്നും മാറ്റുന്നില്ല. പിന്നീട് ജഗദീഷ് ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിള്ളേരെന്തേ, നീ എന്താ റെഡിയാകാതെ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഭാര്യ അപ്പോൾ പറയുന്നുണ്ട്, ഈ വീടിന്റെ ശരിക്കുള്ള അവകാശം നിങ്ങളല്ലേ, പക്ഷെ ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. ജഗദീഷ് അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് എന്റെ അച്ഛനും അമ്മയുമാണ് വലുത്, അവർ പറഞ്ഞ ഞാൻ അതുപോലെ കേൾക്കുമെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്വത്തും പണവും ഒക്കെ ഉള്ളെന്നൊക്കെ പറയാണ്. ജഗദീഷിന്റെ ഭാര്യ ഇപ്പോൾ പറയുന്നുണ്ട്, കാർത്തികിന്റെ സ്വഭാവമൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവൻ ഭ്രാന്തനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. ജഗദീഷ് അപ്പോൾ ഭാര്യ വഴക്കു പറയുന്നുണ്ട്, അവന്റെ ഭ്രാന്തൻ സിറ്റുവേഷന് കാരണം ആരാണ്, അവനെ ആ സിറ്റുവേഷനിൽ എത്തിച്ചത് ആരാണെന്നൊക്കെ ചോദിക്കുന്നു. ഇതിനെല്ലാം കാരണം നിന്റെ ആങ്ങളെയാണ്, നിന്നെ ഞാൻ ഉപേക്ഷിക്കാത്തത് ഞാൻ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു. ഇനിയും നീ നിന്റെ ആങ്ങളെ കുറിച്ച് എന്തെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ ഉറപ്പായിട്ട് നിന്നെ ഞാൻ പിന്നെ ഭാര്യയായിട്ട് കൂട്ടത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ ആങ്ങളെ പണ്ടേ ശരിയല്ലെന്ന് എനിക്കറിയാവുന്നതായിരുന്നു, പക്ഷെ നിന്നെ ഓർത്തിട്ടാണ് ഞാൻ അവനെ വെറുതെ വിട്ടതെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ്. മൈഥിലി വൈശാഖിനോട് പറയുന്നുണ്ട്, എങ്കിലും നമ്മൾ പോയ ഹോസ്പിറ്റലിൽ ബില്ല് പോലും പേ ചെയ്യാതെ ഓടിപ്പോന്നല്ലോ എന്നൊക്കെ. അവിടെ എനിക്ക് ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട്, ബില്ലൊക്കെ പേ ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നേനെന്നൊക്കെ. ഡോക്ടർ പോലീസിനെ വിളിക്കുന്നത് ഞാൻ കേട്ടത് ഭാഗ്യം, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നതെന്നൊക്കെ പറയുന്നു. മൈഥിലി ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എങ്ങോട്ടാണെന്ന്. വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട്, തൽക്കാലം നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാം, അത് കഴിഞ്ഞിട്ടൊക്കെ ബാംഗ്ലൂരിൽ പോകാമെന്ന് പറയുന്നു. രണ്ടുപേരും കാറിൽ കയറി അവിടെ നിന്നും പോകുന്നു. പിന്നീട് രാജലക്ഷ്മി അമ്മയും നന്ദിനിയും ആണെങ്കിൽ കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണനോട് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഞാൻ പോകാൻ തുടങ്ങുകയാണ്, കൂടെ നീയും വേണമെന്ന് പറയുന്നു. രാജലക്ഷ്മി അമ്മ ഈ വിഗ്രഹം എടുത്തിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സാവിത്രി അവിടേക്ക് വരുന്നുണ്ട്. അത് നടക്കത്തില്ല എന്ന് പറയുന്നു. ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുത്തെ ഐശ്വര്യം കൂടി അടിച്ചുകൊണ്ട് പോകാനാണോ നിങ്ങളുടെ പ്ലാൻ? അത് ഞാൻ സമ്മതിക്കത്തില്ല, അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത് മീനാക്ഷിയും നന്ദിനി അമ്മയുമാണോ എന്നൊക്കെ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അവരെ കുറ്റമൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ. നന്ദിനിയമ്മ അപ്പോൾ സാവിത്രിയോട് പറയുന്നുണ്ട്, അമ്മ ഒരുപാട് പൂജിക്കുന്നതല്ലേ അത് കൊടുത്തേക്കാൻ എന്നൊക്കെ പറയുന്നു. സാവിത്രി പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല. സാവിത്രി പറയുന്നുണ്ട്, ഈ കൃഷ്ണൻ ഒരുപാട് പ്രത്യേകതയുള്ളതാണ്, ഈ വീടിന്റെ ഐശ്വര്യമാണിതെന്നൊക്കെ പറയുന്നു. സാവിത്രി ഉറപ്പിച്ചു പറയുന്നുണ്ട്, എന്തായാലും ഈ വിഗ്രഹം തരത്തില്ല എന്നൊക്കെ. ആ സമയത്ത് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ വേണ്ട എന്ന്. രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് പറയുന്നുണ്ട്, നമ്മളുടെ കൂടെ ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടാകുമെന്ന്. ഇവൾ ഈ വീട്ടിൽ നിന്ന് നമ്മളെ ഇപ്പൊ ഇറക്കി വിടുന്നു, ഇതേ സിറ്റുവേഷൻ നാളെ ഇവൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നു. പിന്നീട് പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് വരികയാണ്. ആ സമയത്ത് ജഗദീഷിന്റെ മകൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ജഗദീഷ് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പോവുകയാണ്, മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് പോവുകയാണെന്നൊക്കെ പറയുന്നു. സാവിത്രിയോട് ഭർത്താവ് പറയുന്നുണ്ട്, ഇവരെ ഇവിടെ നിന്നും പറഞ്ഞു വിടരുത്, നീ പോകരുതെന്നൊക്കെ. അപ്പോൾ സാവിത്രി പറയുന്നുണ്ട്, ഞാൻ പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്, അവർ പോകട്ടെ എന്നൊക്കെ പറയുന്നു. സാവിത്രി പറയാത്തത് കൊണ്ട് സാവിത്രിയുടെ ഭർത്താവ് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് നിങ്ങൾ പോകരുതെന്നൊക്കെ. എന്റെ മകന്റെ ഭാര്യ പോയത് കൊണ്ട് അവന്റെ കുഞ്ഞിന് പോലും പാല് കൊടുക്കാനൊക്കെ പറ്റാത്ത സങ്കടത്തിൽ അവൻ ഭ്രാന്തനെ പോലെ പെരുമാറിയതാണ്, അവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട്. കാർത്തിക് പറയുന്നുണ്ട്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ തീരുമാനിച്ച കാര്യം തീരുമാനിച്ചത് തന്നെയാണെന്നൊക്കെ പറയുന്നു. സാവിത്രിയുടെ ഭർത്താവ് അച്ഛനോട് പറയുന്നുണ്ട്, ഇവൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്നും പോകരുതെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അച്ഛൻ കൂടെ അവരുടെ കൂടെ പൊക്കോളാനെന്ന്. കാർത്തിക് പറയുന്നുണ്ട്, എന്റെ വാക്ക് കേൾക്കാത്ത ആരും ഇവിടെ നിൽക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ സാവിത്രിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം ഷോക്കാകുന്നു. സാവിത്രിയുടെ ഭർത്താവ് രാമഭദ്രൻ വിഷമിക്കുന്നത് കണ്ടിട്ട് അച്ഛനും അമ്മയും ആശ്വസിപ്പിക്കുന്നുണ്ട്, നിന്റെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാകും, പക്ഷെ നിന്റെ സ്വഭാവമല്ല നിന്റെ മകനും അമ്മയ്ക്കും, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നു. നന്ദിനിയും പറയുന്നുണ്ട്, ഇതൊക്കെ ദൈവനിശ്ചയമായിരിക്കും, അതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്